നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. UN നിരീക്ഷണ സമിതിയുടെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. അതിനിർണായകമായ റിപ്പോർട്ടാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അതിൽ പറഞ്ഞിരിക്കുന്നത് അൽ-ഖ്വയ്ദയുടെ ഒരു ഉപസംഘടനയാണ് ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ എന്നതാണ്. എന്താണ് ഇതിൻ്റെ ഒരു വിശദാംശങ്ങൾ? അതായത് ഈ UN രക്ഷാസമിതി, UN സെക്യൂരിറ്റി കൗൺസിലുണ്ട്. അതിന് ഒരു നിരീക്ഷണ വിഭാഗമുണ്ട്. അവർ ലോകത്തിലെ പല രാജ്യങ്ങളിലും നടക്കുന്ന പല സംഭവങ്ങളെക്കുറിച്ചും അവർ കൃത്യമായിട്ട് പരിശോധിക്കും. അതിൻ്റെ ആ രാജ്യത്തെ അന്വേഷണ ഏജൻസികളിൽ നിന്ന് സ്വീകരിക്കുന്ന റിപ്പോർട്ട് കൂടാതെ മറ്റു രാജ്യങ്ങളിലെ ചാരസംഘടനകൾ, എല്ലാ രാജ്യങ്ങൾക്കും ചാരസംഘടനകളുണ്ട്, അവരെല്ലാം ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ചാരസംഘടനകളിൽ നിന്നുമെല്ലാം വളരെ രഹസ്യമായിട്ട് ഈ റിപ്പോർട്ടുകൾ അവർ ശേഖരിക്കുകയും അത് കമ്പൈൽ ചെയ്തുകൊണ്ട് അതിലെ വിവരങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് അവരൊരു റിപ്പോർട്ട് തയ്യാറാക്കി അതത് രാജ്യങ്ങളിലെ വെല്ലുവിളികൾ എന്തൊക്കെയാണോ അതിനെ സംബന്ധിച്ച കാര്യങ്ങൾ വിശദമായിട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് ആ രാജ്യങ്ങൾക്ക് നൽകുകയും ചെയ്യും. ഇപ്പോൾ അങ്ങനൊരു റിപ്പോർട്ടാണ് ഇന്ത്യക്ക് UN രക്ഷാസമിതി നൽകിയിരിക്കുന്നത്. അതായത് ഈ നമ്മുടെ ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനം, ചെങ്കോട്ട നമ്മുടെ ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം വൈറ്റ് കോളർ ടെററിസം എന്നും അൽഫലാഹ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർമാർ സംഘടിപ്പിച്ച ഒരു ഭീകരാക്രമണം, ആ ശ്രമം ശരിക്കും വേണ്ടത്ര വിജയിച്ചില്ല. വളരെ ചെറിയ തോതിൽ മാത്രം ഒരു അട്ടിമറി സൃഷ്ടിക്കാനേ അവർക്ക് സാധിച്ചുള്ളൂ. ഇരിക്കട്ടെ, എങ്കിലും അതിനകത്ത് മരണങ്ങൾ സംഭവിച്ചു, നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു, ഇതൊക്കെ നടന്നു. അപ്പോൾ അതിനെ സംബന്ധിക്കുന്ന ഒരു വിശദമായ റിപ്പോർട്ടാണ് ഇപ്പോൾ ഇവർ കൊടുത്തിരിക്കുന്നത്. ഈ UN രക്ഷാസമിതിയുടെ നിരീക്ഷണ വിഭാഗം ഇന്ത്യക്ക് കൈമാറിയിരിക്കുന്നത്. അതിനകത്ത് അവർ പറയുന്നത് അൽ-ഖ്വയ്ദ എന്നൊരു നിരോധിത ഭീകര സംഘടനയുണ്ട്. നമുക്കറിയാം, അമേരിക്കയിലെ ട്വിൻ ടവർ തകർക്കാൻ ശ്രമിച്ചത്, ഒസാമ ബിൻ ലാദൻ്റെ നേതൃത്വത്തിൽ ശ്രമിച്ചത്, താലിബാനെ വളർത്തിയത് ഒക്കെ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ അൽ-ഖ്വയ്ദ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു ഉപവിഭാഗമുണ്ട്. അതായത് AQIS എന്നാണ് അതിൻ്റെ പേര്. അൽ-ഖ്വയ്ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റൽ ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്. ഇപ്പോൾ ഇന്ത്യയുടെ സബ് കോണ്ടിനെൻ്റ്, ഈ ഇന്ത്യ ഉൾപ്പെടുന്ന ആ ഭൂവിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നതാണ്. അതിൽ ഇന്ത്യ മാത്രമല്ല, ഇന്ത്യയുണ്ട്, പാകിസ്ഥാനുണ്ട്, ബംഗ്ലാദേശുണ്ട്, നേപ്പാളുണ്ട്, ശ്രീലങ്കയുണ്ട്. ഇങ്ങനെയുള്ള ഈ രാജ്യങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതാണ്. നമുക്കറിയാം, ഏതാണ്ടൊരു 2 വർഷത്തിനകം, ഒരു വർഷത്തിന് മുമ്പേ 2 വർഷത്തിനകം നമ്മുടെ കാസർഗോഡ് നിന്ന് ഒരാളെ ആസാം പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. ആ ആൾ ശരിക്കും ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയിട്ട് ഇവിടെ വന്ന് കാസർഗോഡ് ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയായിട്ട് പണിയെടുത്ത് ജീവിക്കുകയായിരുന്നു. ഇയാൾ അൽ-ഖ്വയ്ദയുടെ ദക്ഷിണേഷ്യൻ കമാൻഡറാണ്. കമാൻഡർ എന്ന് പറയുമ്പോൾ ഏത് ഭീകരാക്രമണവും സംഘടിപ്പിക്കാനും വേണ്ടി വന്നാൽ സ്വയം ചാവേറാകാനും ഒക്കെ കഴിയുന്ന തരത്തിൽ പരിശീലനം സിദ്ധിച്ചയാൾ, ബോംബ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ പരിശീലനം നേടിയ ആൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു ദൗത്യം? അയാളുടെ ദൗത്യത്തെക്കുറിച്ച് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. പക്ഷെ അയാളെ അറസ്റ്റ് ചെയ്തു. അയാൾ എന്തോ ഒരു ദൗത്യമായിട്ടാണ് വന്നത്. പ്രവർത്തനങ്ങൾ അയാൾ ഇവിടെ ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. ഇവിടെ വന്നിട്ട് ഈ പോലീസ് നൽകുന്ന, അതായത് ആസാം പോലീസ് നൽകുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ അയാൾ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയായിട്ട് കൂലിപ്പണിയെടുത്ത് ജീവിക്കുകയായിരുന്നു. നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ ഇവിടെ പൊറോട്ട അടിച്ച് ജീവിക്കുകയായിരുന്നു. പക്ഷേ ഇയാൾ ഒരു സ്ലീപ്പർ സെല്ലായിരിക്കാം. ആൾ ദക്ഷിണേഷ്യൻ കമാൻഡറാണെന്നുള്ള കാര്യത്തിന് സംശയമില്ല. അതുകൊണ്ടാണ് ആസാം DGP തന്നെ നേരിട്ട് ഇടപെട്ടിട്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്യിച്ചത്. എന്തായാലും അതിനൊക്കെ ശേഷമാണ് നമ്മുടെ ഈ ചെങ്കോട്ടയിലെ സ്ഫോടനം നടക്കുന്നത്. അപ്പോൾ ചെങ്കോട്ടയിലെ സ്ഫോടനത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വളരെ കാര്യക്ഷമമായി മുന്നോട്ട് പോയി. ഈ ചെങ്കോട്ടയിലെ സ്ഫോടനം നടക്കാനുണ്ടായ ഒരു കാരണമുണ്ട്. അതും ഈ UN റിപ്പോർട്ടിലുണ്ട്. അതായത് ഗുജറാത്ത് ATS ഗുജറാത്ത് തീരത്ത് നിന്ന് 4 ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അവർ ഈ ചികിത്സാ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. അവരെ അറസ്റ്റ് ചെയ്തപ്പോൾ, അവരെ അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണം, അവരുടെ വാഹനം പരിശോധിച്ചപ്പോൾ റെസിൻ എന്ന് പറയുന്ന ഒരു മാരകമായ വിഷം അവരിൽ നിന്ന് കണ്ടെത്തി. ജൈവരാസായുധം. അതെ, ജൈവരാസായുധം. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഇത് വ്യാപകമായിട്ട് ജനങ്ങളിൽ പ്രയോഗിക്കാനാണ് ഇവർ
ഉദ്ദേശിച്ചത്. ഇവിടെയാണ് എൻ്റെ ഡൗട്ട്. ആ. ഇത്തരത്തിൽ ഒരു ജൈവ രാസായുധം കണ്ടെത്തിയതിന് ശേഷം എന്തുകൊണ്ട് അവർ അത് ഡൽഹിയിൽ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇവരെ ചോദ്യം ചെയ്തു. ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഒരു വനിതാ ഡോക്ടർ അടക്കമുള്ളവരുടെ ഇതുമായുള്ള ബന്ധം മനസ്സിലാക്കുന്നത്. ആ വനിതാ ഡോക്ടറെ യുപിയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ അൽഫലാഹ് യൂണിവേഴ്സിറ്റിയും അൽഫലാഹ് മെഡിക്കൽ കോളേജും കേന്ദ്രീകരിച്ച് നടക്കുന്ന അതിവിപുലമായ ഒരു ടെറർ ഓപ്പറേഷനെ കുറിച്ച്, ഒരു ടെറർ പ്ലോട്ടിനെ കുറിച്ച് അപ്പോഴാണ് ATSന് മനസ്സിലാകുന്നത്. സത്യത്തിൽ ഈ ഗുജറാത്ത് ATS ഇവരെ പിടികൂടാൻ കാരണം കാശ്മീരിൽ നിന്ന്, ഹരിയാന കാശ്മീർ ആ ഭാഗത്തുനിന്ന് അവിടുത്തെ പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നൽകിയ ഇൻഫർമേഷൻ വെച്ചുകൊണ്ടാണ് ഈ ഗുജറാത്ത് ATS പ്രവർത്തിക്കുകയും ഇവരെ പിടികൂടുകയും ചെയ്തത്. അതിൽ അന്നത്തെ ആ മിടുക്കനായ IPS ഉദ്യോഗസ്ഥൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ തന്നെ പല ചർച്ചകളിലും മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അന്ന് ഇവർ ഈ ജൈവ രാസായുധം വികസിപ്പിച്ച് ഇവർ വലിയ തോതിൽ ഇത് ഉൽപ്പാദിപ്പിക്കാൻ ഉള്ള നീക്കങ്ങളൊക്കെ നടത്തുമ്പോഴാണ് പിടിയിലാകുന്നത്. ഈ പിടിയിലായപ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ള മറ്റു ചിലർ ആകെ പരിഭ്രാന്തരായി. അപ്പോൾ ഞങ്ങളെ ഇപ്പോൾ പിടിക്കും. അങ്ങനെയാണ് ഈ അൽഫലാഹ്, ഹരിയാനയിലെ ഫരീദാബാദിലെ അൽഫലാഹ് യൂണിവേഴ്സിറ്റി മെഡിക്കൽ കോളേജും ഒക്കെ റെയ്ഡ് ചെയ്യുന്നതും അവിടെ നിന്ന് അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള മാരകമായ രാസവസ്തുക്കൾ പിടിച്ചെടുക്കുകയും ബോംബുണ്ടാക്കാനുള്ള വസ്തുക്കൾ അടക്കം പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ അതിൽ നിന്ന് ഒരാൾ ഊർന്ന് രക്ഷപ്പെട്ടു പോയി. ആ ആളാണ്, ആ ഡോക്ടറാണ് ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്തിയത്. കാറിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് കൊണ്ടുവന്ന് സ്വയം ചാവേറായി പൊട്ടിത്തെറിക്കാൻ വലിയ അപകടം ഉണ്ടാക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്ലാൻ. പക്ഷേ അയാൾ അത് വിജയിച്ചില്ല. അതിന് മുമ്പേ അത് പൊട്ടിത്തെറിച്ചു. ഈ ഡോക്ടർ അടക്കം കുറച്ച് ആൾക്കാർ മരിച്ചു. എനിക്ക് തോന്നുന്നു 8-9 പേര് മരിച്ചു. പക്ഷേ ആ പ്ലോട്ട് പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ്. അവരുദ്ദേശിച്ച രീതിയിൽ അവർക്ക് അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതിനെ സംബന്ധിച്ച അന്വേഷണമാണ്. ഇതിപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റും നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളും നമ്മുടെ പോലീസും ഒക്കെ വളരെ അഡ്വാൻസ് ചെയ്ത് പോവുകയും ഇതിൽ ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു. അന്ന് നമുക്ക് മനസ്സിലായി പിന്നെ നമ്മുടെ പെഹൽഗാമിൽ അറ്റാക്ക് ചെയ്ത് കൊന്നല്ലോ, ദ റെസിസ്റ്റൻറ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഈ ലഷ്കർ ഇ തോയ്ബയുടെ ഒരു ഉപവിഭാഗം ആണ് അത് ചെയ്തത്. 25 പേരെ മതം ചോദിച്ച്, കലിമ ചൊല്ലാൻ അറിയാമോ എന്ന് ചോദിച്ച്, വസ്ത്രം അഴിച്ചു പരിശോധിച്ച്, ഉടുതുണി വരെ അഴിച്ചു പരിശോധിച്ച് ആളെ കൊലപ്പെടുത്തിയത്, വെടിവെച്ച് കൊലപ്പെടുത്തിയത് നമുക്കറിയാം. ആ റെസിസ്റ്റൻസ് ഫ്രണ്ടിനോട് വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ഡോക്ടർമാരുടെ വിഭാഗവും. ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് ലഷ്കർ ഇ തോയ്ബയുടെയും അൽഖ്വയ്ദയുടെയും ISISന്റെ ഒരു പ്ലോട്ടായിരുന്നു ജൈവരാസായുധത്തിൻ്റേത്. ഇവിടെ നടന്നിരിക്കുന്നത് മറ്റൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് പ്രാദേശികമായിട്ട് ഭീകരവാദ ഗ്രൂപ്പുകൾ ശക്തിപ്പെടുത്തുകയും പ്രാദേശികമായിട്ട് വേണ്ട സജ്ജീകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം നടത്തുക. ഇപ്പോൾ സപ്പോസ് RDX നമുക്ക് പുറത്തുനിന്ന് വരുന്നതിന് ഒരു തടസ്സമുണ്ട്. അത് പിടിക്കപ്പെട്ടേക്കാം, പല ഉദ്യോഗസ്ഥന്മാരുടെയും കണ്ണിൽപ്പെട്ടേക്കാം ഒക്കെ. ഇവിടെ തന്നെ ലാബുകൾ ഉപയോഗിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും ഡോക്ടേഴ്സാണ്, അവർക്ക് കെമിസ്ട്രിയുമായിട്ട് വളരെയധികം തീർച്ചയായിട്ടും ഫാർമസി ആയിട്ടൊക്കെ ബന്ധം. അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് നിർമ്മിക്കുവാനായിട്ട് സാധിക്കും. പക്ഷേ UN-ന്റെ ഈ രക്ഷാസമിതി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് റസിൻ ഉൾപ്പെടെയുള്ള ആയുധങ്ങളാണ്. അങ്ങ് നേരത്തെ സൂചിപ്പിച്ചത് റസിൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ റസിൻ്റെ സാന്നിധ്യമില്ലാതെ? ഇതെന്തെങ്കിലും മറ്റൊരു സപ്ലോട്ട് ആയിരുന്നോ? എന്തുകൊണ്ടാണ് ഈ ജൈവരാസായുധം? അതായത് ഇവർ ഈ ഗുജറാത്തിൽ നിന്ന് പിടിയിലായവരുടെ കയ്യിൽ റസിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവരത് എത്തേണ്ടിടത്ത് എത്തിച്ച് ഓപ്പറേഷൻ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ അത് ഓപ്പറേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. അതിനു മുമ്പ് അവർ പിടിയിലായി. ആ പിടിയിലായപ്പോഴാണ് അതിലൊരു ചെറിയ വിഭാഗം, അതിൽ നിന്ന് പിടിയിലാകാതെ ഊർന്നു പോയ ഈ ചില പഴുതുകൾ കാണുമല്ലോ, ആ പഴുതുകളിൽ കൂടെ രക്ഷപ്പെട്ടു പോയ ഒരാൾ ഈ ചെങ്കോട്ടയിൽ മറ്റേ സ്ഫോടക വസ്തുക്കൾ നിറച്ച, അതിനകത്ത് അമോണിയം നൈട്രേറ്റും ഉണ്ടായിരുന്നു, പക്ഷെ അളവ് വളരെ കുറവായിരുന്നു. അതുകൊണ്ടാണ് സ്ഫോടനം അത്രയും മാരകമാകാതിരുന്നത്. ഇല്ലെങ്കിൽ അങ്ങനെയല്ല, 100 കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടേനെ. അങ്ങനെയുള്ള ഒരു ഓപ്പറേഷൻ അവർ നടത്തിയത് അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ഈ UN രക്ഷാസമിതിയുടെ ഈ റിപ്പോർട്ട് അനുസരിച്ച് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മുടെ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച്, RDX പോലെയുള്ള ഇതുപയോഗിച്ച്, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി നടത്തുന്ന സ്ഫോടനം, ആ സ്ഫോടനത്തിനേക്കാൾ മാരകമായ രീതിയിൽ
ജൈവരാസായുധം ഉപയോഗിക്കാനാണ് ഇവരുടെ പദ്ധതി. അതാണ് ഇതിൻ്റെ ആ റിപ്പോർട്ടിൻ്റെ കാതലായ വശം അതാണ്. ആ റിപ്പോർട്ട് പറയുന്നത് വളരെ സൂക്ഷിക്കണം, ഏത് ആൾക്കൂട്ടത്തെയും നിമിഷ നേരം കൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ, ആ പ്രദേശം ഒരു ശവപ്പറമ്പാക്കി മാറ്റാൻ ജൈവരാസായുധങ്ങൾക്ക് കഴിയും. ആ ജൈവരാസായുധങ്ങൾ ഉപയോഗിക്കാനുള്ളൊരു നീക്കത്തിലാണ് ഇപ്പോൾ ഭീകരർ. അപ്പോൾ ഇത് എന്ത് വില കൊടുത്തും തടഞ്ഞേ പറ്റൂ. നമ്മളീ റിപ്പോർട്ടിങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞു ചാനലുകളൊക്കെ വാർത്തയാക്കിയിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ റിപ്പോർട്ട് ശരിക്കും ഇത് ദിവസങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ മുമ്പ് ഇത് കിട്ടിക്കാണും. ഇതിൻ്റെ വാർത്ത ഇപ്പോഴാണ് പുറത്തു വരുന്നത്. ആ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് നിങ്ങൾ കരുതിയിരുന്നു കൊള്ളുക, ഏത് നിമിഷവും ഒരു ജൈവ രാസായുധ ആക്രമണം നിങ്ങളുടെ നേർക്കുണ്ടാകാം. അതിനെ ഫലപ്രദമായി നേരിടാൻ വേണ്ടുന്ന എല്ലാ മുൻകരുതലുകളും എടുത്തുകൊള്ളുക എന്നാണ് UN ആ റിപ്പോർട്ടിലൂടെ സത്യത്തിൽ. ആ റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. സമഗ്രമായ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ആ സമഗ്രമായ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് അവർ കാര്യങ്ങൾ പറയുന്നുണ്ടാവും. ഇത് എവിടെ നിന്നാണ്, ആരൊക്കെയാണ് ഇതിൻ്റെ പുറകിൽ, ഏതൊക്കെ ശത്രുരാജ്യങ്ങൾ, ഇന്ത്യയുടെ ശത്രുരാജ്യങ്ങൾ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്, എവിടെ നിന്നൊക്കെയാണ് ഇതിന് ഫണ്ട് വരുന്നത് തുടങ്ങിയ നിരവധി കാര്യങ്ങളുണ്ട്. ഇതൊരു പക്ഷേ നമ്മൾ തന്നെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് UN റിപ്പോർട്ട് ചെയ്തപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മറ്റു രാജ്യങ്ങളിലും ഒക്കെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകളുണ്ട് അവരുടെ കയ്യിൽ. ഇതെല്ലാം കൂടെ കമ്പൈൽ ചെയ്തിട്ടാണ് അവർ കൃത്യമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഇന്ത്യക്ക് തന്നിരിക്കുന്നത്. എന്തായാലും നമ്മുടെ സുരക്ഷാ ഏജൻസികൾക്ക് പണി കൂടി. അവർ 24 മണിക്കൂറും കണ്ണും കാതും തുറന്നു വെച്ച് വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തി നിൽക്കുന്നത്. ഇപ്പോൾ ഇത് ആഗസ്റ്റ് 15 നമ്മുടെ സ്വാതന്ത്ര്യ ദിനമാണ്. അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന നമ്മുടെ ഉത്സവകാലമാണ്. നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ പൊതുവെ ഉത്സവങ്ങൾ ഇങ്ങനെ ആരംഭിക്കുകയാണ്. ദീപാവലി കഴിയണതും നമ്മുടെ ഉത്സവങ്ങളുടെ ആരംഭമാണ്. ശബരിമല വരുന്നു, ശബരിമല മണ്ഡലക്കാലം വരുന്നു, അതിനുശേഷം ആറ്റുകാൽ പൊങ്കാല വരുന്നു. അതെ, തീർച്ചയായിട്ടും. കാരണം ഇത്രയും ആൾ കൂടുന്ന സ്ഥലമാണ്. അപ്പോൾ ആൾ കൂടുന്ന സ്ഥലത്ത് വലിയ ദുരന്തമുണ്ടാക്കാൻ ഈ ശ്രമങ്ങൾ നടത്തും. അത് അങ്ങേയറ്റത്തെ ജാഗ്രതയോടുകൂടി എല്ലാ പഴുതടച്ച സുരക്ഷ അത് രാജ്യത്ത് ഒരുക്കുക എന്നുള്ളതാണ്. ഇപ്പോഴും പഴയ അപരിഷ്കൃതമായ രീതിയിലുള്ള സുരക്ഷാ സംവിധാനം അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ആധുനികമായ സംവിധാനങ്ങൾ നമ്മൾ ഏറ്റവും ഫലപ്രദമായിട്ട്. ഇടതുപക്ഷത്തിൻ്റെ സമയത്ത് സസ്പെൻഷനിലായിരുന്ന കളക്ടർ പ്രശാന്താണ് ആ കാര്യം പറഞ്ഞത്. ഈ വളരെ അപരിഷ്കൃതമായ സംവിധാനത്തിന് കീഴിലാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് മറ്റൊരു ചാനൽ. അല്ല, തീർച്ചയാണ്, അത് ശരിയാണ്. നമുക്ക് ആ മാർഗങ്ങളൊക്കെ മാറ്റണം. ഈ പഴയകാല സുരക്ഷാ മുൻകരുതലുകൾ പോരാ. നവീനമായ ഈ വർത്തമാനകാലത്തിന് യോജിച്ച രീതിയിലുള്ള സുരക്ഷാ മുൻകരുതലുകൾ, നവീനമായ മാർഗങ്ങൾ ഈ കാര്യത്തിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ അതിന് വലിയ വില കൊടുക്കും. നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ ഒരു രാജ്യം, ഒരു സിംഗിൾ പ്ലോട്ട്, ഒരു രാജ്യത്തിൻ്റെ ഏതെങ്കിലും പ്ലാനോ പദ്ധതിയോ അല്ല, ഇവർ വളരെയധികം വ്യാപിച്ച് കിടക്കുന്നതാണ്. ഐസിസും അൽഖ്വയ്ദയും ചേർന്നുകൊണ്ടാണ് ഈ ജൈവരാസായുധത്തിൻ്റെ പ്രൊജക്റ്റിലേക്ക് മുന്നോട്ട് പോകുന്നതെന്നാണ് പറയുന്നത്. ഏതൊക്കെ രാജ്യങ്ങളായിരിക്കാം ഇതിൻ്റെ പിന്നിൽ? അല്ല, അതിൻ്റെ ഈ റിപ്പോർട്ടിൽ അങ്ങനെ രാജ്യങ്ങളുടെ പേരെടുത്ത് പറയുന്നില്ല. ഇതിനകത്ത് രാജ്യങ്ങളെക്കാൾ കൂടുതൽ ഒരു ഭീകര സംഘടനയുടെ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഭീകര ഗ്രൂപ്പിൻ്റെ പദ്ധതിയാണ്. അവർ വിവിധ രാജ്യങ്ങളിലായിട്ട്, ഇപ്പം നമുക്കറിയാം സൗദിയൊക്കെ ഈ അൽഖ്വയ്ദയൊക്കെ നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഏഷ്യയിലെ നിരവധി രാജ്യങ്ങളിലായിട്ട് ഇവർ വ്യാപിച്ചു കിടക്കുകയാണ്. ഇത് ഏതെങ്കിലും ഒരു രാജ്യത്തെന്നല്ല. രാജ്യം ഇൻ ദ സെൻസ് അവർക്ക് അവിടെ നിന്ന് സംഭാവനകൾ, അത് ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് പലരും സംഭാവന കൊടുക്കും, രാഷ്ട്രങ്ങൾ മാത്രമല്ല. ഇപ്പം ഖത്തറിനെ പോലെയുള്ള രാജ്യങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അവർ മാത്രമല്ല, വലിയ വലിയ ജനാധിപത്യവും ഭീകരവാദവും അല്ല രാജ്യങ്ങളിൽ നിന്ന് ഒരുമിച്ച് വരുന്നതായിട്ട്. അതെ, അല്ല, മൾട്ടിനാഷണൽ കമ്പനികളിൽ നിന്ന് ഉൾപ്പെടെ ഇവർക്ക് നേരിട്ടോ അല്ലാതെയോ സഹായം ലഭിച്ചേക്കാം, നമുക്കറിയില്ല അതിനെക്കുറിച്ച്. പക്ഷേ അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്, അത് തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഡീപ്പ് സ്റ്റേറ്റ് മാത്രമല്ല ഇതിനകത്ത് സംഭാവന ചെയ്യുന്നത്. ഇപ്പോൾ ഡീപ്പ് സ്റ്റേറ്റുകൾ, എല്ലാ രാജ്യങ്ങൾക്കും ഡീപ്പ് സ്റ്റേറ്റുകളുണ്ട്. അത് അവിടുത്തെ മിലിറ്ററിയും ഇൻ്റലിജൻസ് ഏജൻസിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അവർ തീർച്ചയായിട്ടും തങ്ങൾക്ക് ശത്രുവായിരിക്കുന്ന രാജ്യത്തിനെ തകർക്കാനുള്ള എല്ലാ ശ്രമവും നടത്തും. നമുക്കത് അറിയുന്നതാണല്ലോ, ഞാനെന്നെ അത് വിശദീകരിക്കുന്നത്. അപ്പോൾ ആ ശ്രമം നടത്തുന്നത് മാത്രമല്ല, ഇവർക്കല്ലാതെയും പിന്നെ ഇവർ തന്നെ കൊള്ളയും കൊള്ളിവെപ്പും നടത്തി
സമ്പാദിക്കുന്ന ധനമുണ്ട്. ഏതെങ്കിലും ഒരു പ്രദേശം ഇപ്പോൾ IS ഒക്കെ ഇറാഖും മറ്റുമൊക്കെ ആക്രമിച്ചപ്പോൾ, സിറിയയെ ആക്രമിച്ചപ്പോൾ അവർ ചെയ്തത് അവിടെ നിന്നും കൃത്യമായിട്ട് അവിടുത്തെ സാധാരണ മനുഷ്യരെ കൊള്ളയടിച്ച് വലിയ രീതിയിൽ സമ്പത്ത് കൈക്കലാക്കി. ആ സമ്പത്തൊക്കെ അവരിതിനു വേണ്ടി ഉപയോഗിക്കും. അതുപോലെ തന്നെ മറ്റൊരിത് മയക്കുമരുന്ന് ഉൽപ്പാദനവും വിതരണവും, അതിലൂടെ കോടികളാണ് വരുന്നത്. അതുപോലെ സ്വർണ്ണക്കടത്തിലൂടെ ലഭിക്കുന്നതും കോടികളാണ്. ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന വരുമാനം പോകുന്നത് ടെററിസത്തിലേക്കാണ്, ഭീകരവാദത്തിലേക്കാണ്. അതിനുവേണ്ടി അവർ ഈ ഭീകരവാദം പ്രചരിപ്പിക്കാനും നടപ്പാക്കാനും വേണ്ടിയിട്ട് അവരത് ഉപയോഗിക്കുന്നു. വളരെ ഒരു നമ്മുടെ പ്രാദേശികമായൊരു ചോദ്യം ചോദിക്കട്ടെ, നമ്മൾ എത്ര കണ്ട് ജാഗ്രതയുള്ളവരാണ്? നമ്മുടെ സർക്കാരിൻ്റെ നമ്മളല്ല, കേരളമല്ല, ഒരു പ്രാദേശികമായിട്ടല്ല ഭീകരവാദത്തെ എതിർക്കേണ്ടത്, എങ്കിലും എത്ര കണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് 2014 മുമ്പും ശേഷവും എന്ന് പറഞ്ഞ് നമുക്കതിനെ തിരിക്കാം. 2014 മുമ്പ് നമ്മുടെ നാട്ടിൽ എന്തുമാത്രം സ്ഫോടനങ്ങൾ നടന്നിരുന്നു, ഇപ്പോൾ എത്ര സ്ഫോടനങ്ങൾ നടക്കുന്നുണ്ട്? അപ്പോൾ അത് തീർച്ചയായിട്ടും സ്ഫോടനങ്ങളുടെ എണ്ണം പൂർണ്ണമായിട്ടും ഇല്ല എന്ന നിലയിൽ അല്ല ചോദിച്ചത്. പ്രാദേശികമായി സംസ്ഥാനങ്ങൾക്ക് ഇതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഇല്ല. നമുക്ക് അതിനകത്ത് നമ്മുടെ സ്റ്റേറ്റിനകത്ത് ഇത്തരം അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്ക് ഈ നമ്മളെ രാജ്യത്ത് മൊത്തത്തിൽ നമുക്ക് എടുക്കുമ്പോൾ ഈ ഭീകരവാദത്തിൻ്റെ തോത് വളരെ കുറഞ്ഞിട്ടുണ്ട്, ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും ഇവരുടെ ഓപ്പറേഷൻസ് വല്ലപ്പോഴും എങ്കിലുമൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം പഹൽഗാമൊക്കെ അതിൻ്റെ തെളിവാണല്ലോ. ചെങ്കോട്ട സ്ഫോടനം അതിൻ്റെ ഉദാഹരണമാണ്. നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ, കേരളത്തിൽ ഇപ്പോൾ പൊതുവേ ദക്ഷിണേന്ത്യയിൽ ഇതൊക്കെ കുറവാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിവിടെ ഇല്ല എന്നല്ല, ഇവിടെ നടക്കുന്നത് പരിശീലനം, ആസൂത്രണം ഒക്കെയാണ്, മുന്നൊരുക്കങ്ങളാണ്. ഇത് ഇപ്പോൾ തമിഴ്നാട്ടിൽ നമുക്കറിയാം, കോയമ്പത്തൂരിലൊരു സ്ഫോടനം നടന്നു. അത് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അതിൻ്റെ പ്ലോട്ടൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി, ആസൂത്രണം എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കി. അപ്പോൾ ഇതൊരു കേവലം ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെ പോലീസിന് മാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് നമ്മൾ NIA രൂപീകരിച്ചത്, ഓരോ സ്റ്റേറ്റുകളും ATS ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡുകൾ രൂപീകരിച്ചത്. ഇവരെല്ലാം തമ്മിൽ ലിങ്കുണ്ട്. അപ്പോൾ ഇത് സാധാരണ പോലീസ് അന്വേഷിക്കുകയല്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ ഉടനെ ATS അത് ഏറ്റെടുക്കും, ATSൽ നിന്ന് പിന്നെ അത് NIA ഏറ്റെടുക്കും, അങ്ങനെയാണ്. അപ്പോൾ NIA കുറേ കൂടെ വിപുലമാണ്, രാജ്യാന്തര ബന്ധമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കത് കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ATSനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റുകൾ തമ്മിലൊക്കെ ലിങ്കുണ്ട്. ഇപ്പം മഹാരാഷ്ട്ര ATSും കേരള ATSും തമിഴ്നാട് ATSും എല്ലാ ATSുമായിട്ടും ബന്ധമുണ്ട്. അപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു സംഭവത്തെ അവർക്ക് വളരെ പെട്ടെന്ന് ഏത് സ്റ്റേറ്റിലെ ATSുമായിട്ടാണോ ബന്ധപ്പെടേണ്ടത് അവരുമായിട്ട് ബന്ധപ്പെട്ട് അതിന് നടപടി സ്വീകരിക്കാൻ പറ്റും. അതുകൊണ്ട് ഇതെല്ലാം ഏകോപിപ്പിക്കുന്നത് നമ്മുടെ സെൻട്രൽ ഹോം മിനിസ്ട്രി തന്നെയാണ്. അവർക്ക് തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദിത്വവും കാര്യങ്ങളും. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ചില കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. അത് രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ. അതൊക്കെ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ മാധ്യമപ്രവർത്തകരെന്നുള്ള നിലയ്ക്ക് നമുക്ക് ചിലപ്പോൾ പല വിവരങ്ങളും കിട്ടും. പക്ഷേ എല്ലാ വിവരങ്ങളും നമുക്ക് വാർത്തയാക്കാൻ പറ്റില്ല. അത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ടതാണ്. UN രക്ഷാസമിതിയുടെ നിരീക്ഷണ വിഭാഗം ഇപ്പോൾ നൽകിയിരിക്കുന്ന റിപ്പോർട്ട് ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. അത് വെറും ഒരു റിപ്പോർട്ടല്ല, ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. നമ്മുടെ രാജ്യത്ത് ഏത് നിമിഷം വേണമെങ്കിലും ഒരു ജൈവ രാസായുധ ആക്രമണം പ്രതീക്ഷിക്കാം. ഭീകരരത് ചെയ്യും. പ്രത്യേകിച്ചും ഉത്സവകാലങ്ങളിൽ, ഉത്സവം നടക്കുന്ന പ്രദേശത്ത് വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്നിടത്ത് ഇതൊക്കെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏറ്റവും ഒടുവിൽ ബോംബെയിൽ ഷിയാക്കളുടെ ഒരു അനുഷ്ഠാന ചടങ്ങിനിടെ അവിടെ പോലും ഈ വിഷം കലർത്തിയ ഗുളികകൾ കൊടുത്ത ആൾക്കാരെ അപകടപ്പെടുത്താൻ ശ്രമിച്ചു. സമയത്തിനത് തിരിച്ചറിയാൻ പറ്റിയതുകൊണ്ട് ജീവഹാനി സംഭവിച്ചില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിർബാധം അവർ തുടരും എന്ന് തീർച്ചയാണ്. അതിനെ പരാജയപ്പെടുത്താൻ നമ്മൾ ഈ പറയുന്നത് പോലെ കണ്ണിൽ എണ്ണയും ഒഴിച്ച് കാത്തിരിക്കുക. അങ്ങേയറ്റത്തെ ശ്രദ്ധയും ജാഗ്രതയും മാത്രമേ ഈ കാര്യത്തിൽ നമുക്ക് പുലർത്താൻ കഴിയുള്ളൂ. തീർച്ചയായും ഭീകരവാദികൾ പുതിയ ഓപ്പറേഷൻ സംവിധാനത്തിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അവർക്ക് പല രീതിയിലുള്ള സ്ലീപ്പർ സെല്ലുകൾ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ ജിഹാദ്, മറ്റ് പല രീതിയിലുള്ള ജിഹാദി വകഭേദങ്ങളിലൂടെ
ഭാരതത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കാലങ്ങളായി ഭാരതത്തെ അവർ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നത്. കഴിഞ്ഞാൽ 2014 മുതൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളൊന്നും നടന്നിട്ടില്ല. ഇതിൻ്റെ അർത്ഥം അവർ ഭാരതത്തിൻ്റെ നേരെയുള്ള പ്രോജക്റ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നതല്ല, വളരെയധികം കൃത്യതയോടുകൂടി ഭാരതത്തെ ആക്രമിക്കുവാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ്. രാഷ്ട്രത്തിന് എന്തായാലും അതിനെ ചെറുത്തു നിൽക്കാനുള്ള കരുത്തുണ്ട്. പക്ഷേ ജാഗ്രതയോടുകൂടി വിഷയത്തെ സമീപിക്കണം. നമസ്കാരം.